ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കോഫി ഇടുകയാണ് കേട്ടോ. ഇവിടെ രാവിലെ അബിക്കുട്ടന് കോഫി മസ്റ്റാണ്. അപ്പോൾ അബിക്കുട്ടന് കോഫി ഉണ്ടാക്കുമ്പോൾ ഞാനോട് ഒരു കപ്പ് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് കോഫിയിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് കോഫിയെ കുടിച്ചു. അങ്ങനെ ഇന്ന് ദോശയും തക്കാളി ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ വേസ്റ്റ് എടുക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് വേസ്റ്റ് കൊണ്ട് കളഞ്ഞു കേട്ടോ. അങ്ങനെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ ബാക്കി നമ്മുടെ സവാള ഗ്രില്ലിലേക്ക് കടക്കുകയാണ് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞു, തക്കാളിയൊക്കെ അരിഞ്ഞു. അങ്ങനെ നമ്മുടെ ചട്നി അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഞാനത് ആറിക്കഴിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ചട്നിയൊക്കെ ആയിട്ടുണ്ട്. ദോശയൊക്കെ ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ദോശയെല്ലാം ചുട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിനു മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ അന്നേരം ചുടുമായിരുന്നു. പിന്നെ വിചാരിച്ചു എല്ലാം ചുട്ട് കാസ്റ്ററിലാക്കി വെച്ചേക്കാമെന്ന്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു നേരെ പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അടുത്തതായിട്ട് സ്മൂത്തിയുടെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓട്സ്, പഴം, പീനട്ട് ബട്ടർ അങ്ങനെയൊക്കെ ഇട്ടിട്ട് അബിക്കുട്ടൻ രാവിലെ അടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സ്മൂത്തിയൊക്കെ അടിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ദോശ എനിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ രാവിലെ കഴിക്കാറില്ല, ഇന്നെന്തോ കഴിച്ചു. പിന്നെ പോയി കുറച്ച് എൻ്റെ ഡോക്ലി സ്കിൻ കെയർ ഒക്കെ നോക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണികളൊക്കെ നമ്മൾ കല്ലിൽ കഴുകും. മക്കളുടേത്, പിന്നെ യൂണിഫോം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ കൊണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മോന് എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ കുളിപ്പിച്ചു അമ്മയുടെ കയ്യിൽ. പിന്നെ അവനെ ഫുഡ് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ ടാസ്ക്കാണ്. ഞാൻ അതുകൊണ്ട് അമ്മയെ കൊണ്ടാണ് എപ്പോഴും കൊടുപ്പിക്കുന്നത്. പിന്നെ ഞാൻ നേരെ പോയി ഗാർഡനിൽ രാവിലത്തെ എൻ്റെ കുറച്ച് വായ്നോട്ട പരിപാടികളുണ്ട്. അപ്പോൾ നേരെ വന്നിട്ട് ഗാർഡനിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ 3 മങ്കീസിൻ്റെ ചെടിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് സ്പൈഡർ പ്ലാന്റ് ആയിരുന്നു. ഇപ്പം ഞാനത് മറ്റേ സ്നേക്ക് പ്ലാന്റും പിന്നെ ഒരു കാക്ടസും വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ചെടികളൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗാർഡനിൽ പുതിയതായിട്ട് ഫെൻസ് കെട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെടിയൊക്കെ ഇങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ആട് വന്നിട്ട് ഫുള്ള് ഇത് കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഫെൻസ് കിട്ടിയതുകൊണ്ട് ആടൊന്നും അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നു. നമ്മുടെ 10 മണിയായാലും എല്ലാമൊക്കെ നല്ലോണം നിൽക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്ന് ഇനി ചെറിയ കട്ടിങ്സൊക്കെ എടുത്തിട്ട് വേറെ പോട്ടിൽ നടാനിരിക്കുകയാണ്. നമ്മുടെ ലോട്ടസ് ടബ്, ഈ ടബിൽ പെട്ടെന്ന് ആൽഗ ആകുന്നുണ്ട് കേട്ടോ. ഞാൻ വാട്ടർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കാറുണ്ട്, എന്നാലും ആൽഗ ആകുന്നുണ്ട്. എന്തായാലും ബഡൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വിങ്കാ റോസിൽ എപ്പോഴും ഫ്ലവർ കാണും കേട്ടോ. പിന്നെ ഈ ഒരു നമ്മുടെ ഈ പറമ്പിലൊക്കെ നിൽക്കുന്ന ചെടിയില്ലേ, അതിലും എപ്പോഴും രാവിലെ ആകുമ്പോൾ നല്ല ഫ്ലവർ കാണും. പിന്നെ ഇവിടെ എൻ്റെ റെയിൻ ലില്ലി മാത്രമാണ് പൂക്കാത്തത്. എന്താണോ കാര്യമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ നല്ലോണം പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പോയിട്ട് തുണിയൊക്കെ നൂത്തിട്ടാണ് കേട്ടോ. അങ്ങനെ തുണി നൂത്തിട്ട് കഴിയുമ്പോഴത്തേനും മോളെ എഴുതിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നേരെ മോളുടെ അടുത്തോട്ട് പോയി. അങ്ങനെ ആളെ പല്ലൊക്കെ തേപ്പിച്ചു. പിന്നെ അരി വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ആളെ കുളിപ്പിച്ചിട്ട് വന്ന് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമുക്കിവിടെ മീൻ കൊണ്ട് 2 ചേച്ചിമാർ വരും കേട്ടോ. അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ പാത്രത്തിൽ വെള്ളമായിട്ട് പോകണം കേട്ടോ അവരുടെ അടുത്ത്. അപ്പോൾ അവരടുത്ത് മീൻ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് തരും, കട്ട് ചെയ്യണമെങ്കിൽ അല്ലാതെ തരും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാതാണ് വാങ്ങിക്കാറുള്ളത്. കാരണം ഉപ്പൊക്കെ ഇട്ട് കഴുകാനായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ അയിലയും കൊഞ്ചുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചാളയെ ഒരു 2 ഫ്രീ തന്നിട്ടുണ്ട്. കറിക്കുള്ള തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ യൂണിറ്റിനകത്തൊരു സബ്ജി സ്റ്റോറുണ്ട്, അവിടോട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ 2 പേരും എന്നെ വിടുന്നില്ല. അങ്ങനെ പിന്നെ വെയിലുണ്ട് അത്യാവശ്യം. അതുകൊണ്ടാണ് കുടയൊക്കെ എടുത്തിട്ട് ഞാൻ കരുതി എന്നാൽ 2 പേരുമായിട്ട് പോയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ സ്റ്റോറിലൊക്കെ എത്തി. ഇവിടെ ആണെങ്കിൽ ശോകം, സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി വരത്തേ ഉള്ളൂ സാധനങ്ങളെല്ലാം. എന്തായാലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തേങ്ങ മാത്രം മതിയായിരുന്നു. അങ്ങനെ പിന്നെ തേങ്ങ വാങ്ങി. ഇങ്ങനെ അവർക്ക് ലോലിപോപ്പ് വാങ്ങിക്കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞായിരുന്നല്ലോ. അപ്പോൾ എനിക്കും വേണ്ടിയിട്ട് ഞാനും ഒരു ലോലിപോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കോട്ടേഴ്സിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. 2 പേരോടൊപ്പം ഞാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 പേരെയും അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു പാവൻ്റെ മക്കൾ നടന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കോട്ടേഴ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കോട്ടേഴ്സിലെത്തിയപ്പോഴത്തേനും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതൊരു ട്യൂബർ വാങ്ങിയതായിരുന്നു. നമ്മുടെ നീതു മധൂസ് എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതിൽ ഓഫർ ഉണ്ടായിരുന്നു, നമ്മൾ ട്യൂബർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്രീ ട്യൂബേഴ്സ് കിട്ടുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും ജാപ്പനീസ് ഓറഞ്ചും പിന്നെ ഏതായിരുന്നു പിങ്ക് ക്ലൗഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല പിങ്ക് ക്ലൗഡിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ട്യൂബറായിരുന്നു. അത്യാവശ്യം ഗ്രോത്തൊക്കെ കാണിക്കുന്ന നല്ല ട്യൂബറായിരുന്നു. ഇത് ജാപ്പനീസ് ഓറഞ്ച് ട്യൂബറാണ്. അപ്പോൾ ഈ പേജിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീ ട്യൂബേഴ്സൊക്കെ വരാറുണ്ട് കേട്ടോ.
ഞാനത് നോക്കിയിരിക്കുകയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡെലിവറി ചാർജ് തന്നെ 150 റുപ്പീസ് ആവും, കാരണം നമ്മുടെ ഔട്ട് ഓഫ് കേരള ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ഒരു ഫ്രീ ട്യൂബറൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു വെർത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഫ്രീ ട്യൂബർ ഏത് വെറൈറ്റിയാണെന്ന് അറിയില്ല കേട്ടോ. ഇനി പൂവൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ഇനി എന്താ, ഞാൻ ചാണകപ്പൊടിയൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2-3 ടബ്ബ് വാങ്ങിക്കാനുണ്ട് ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഈ ബാക്കി നട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നട്ടതിനെ ബഡ് വന്നിട്ടില്ല. ഇതൊക്കെ വളരുമായിരിക്കും, ദൈവമേ വളരണേ. അങ്ങനെ അടുത്ത പരിപാടിയാണ്, അയ്യോ ഫുഡ് കൊടുപ്പ്. അങ്ങനെ ഞാൻ കൊടുക്കുകയാണ് 2 എണ്ണത്തിനും. തുറക്കുന്നില്ല എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് മീനൊന്നും ഇഷ്ടമല്ല. ഇവരെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് മീനൊക്കെ ഞാൻ വെറുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ഇച്ചിരി മീനിൻ്റെ ചാറും പിന്നെ കുറച്ച് കോവയ്ക്കത്തോരനും മാത്രം എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എനിക്കൊരു പൊന്നാങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അവൻ ഇവിടെ കുറച്ച് ദിവസത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ എന്തോ ഒരു സ്കിൻ അലർജി പോലൊരു ഇത്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു സ്കിന്നിൻ്റെ ക്ലിനിക്ക് ഉണ്ട് കേട്ടോ, ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ. അപ്പോൾ ഹീലിയോസ് എന്നാണ് പേര്. നമ്മൾ വാക്കിങ്ങിന് പോകുന്ന സൈഡിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ കുറേ അധികം ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ അത്യാവശ്യം കൊള്ളാം, നല്ല രസമൊക്കെ ഉണ്ട് അതൊക്കെ കാണാനായിട്ട്. പിന്നെ അവരുടെ സർവീസും കൊള്ളാം കേട്ടോ. നമ്മൾ ഡോക്ടറൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളവിടുന്ന് മെഡിസിനൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകണം കേട്ടോ. ഇവിടെ നിന്ന് ഫുള്ള് ഹെലിക്കോണിയുടെ കളിയാണ്. ഫുള്ള് അവിടെ ഇവിടെ എല്ലാം ഹെലിക്കോണിയാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഇരിക്കാനായിട്ട് കുറച്ച് ടേബിൾ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു. പിന്നെ ഞാൻ വീണ്ടും റോഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ, കാരണം മക്കളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു, ഒരു ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ട്രാഫിക്ക് ഇവിടുത്തെ മെയിൻ സംഭവമാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. 2 പേരെ റെഡിയാക്കിയിട്ട് ബർത്ത്ഡേക്ക് പോകാൻ നിൽക്കുകയാണേ. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്നു. അപ്പോഴത്തേക്കിനും അബിക്കുട്ടൻ ഫ്രൈഡ് റൈസും ഗ്രിൽ ചിക്കനും വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചുമ്മാ വാക്കിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ നമ്മൾ വാക്കിന് വന്നാൽ ഞാൻ ആദ്യം ഇവർക്ക് കുറേ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് കേട്ടിട്ട് ഇവർ ഇറങ്ങി ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ വാക്കിങ് അങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും കഥ പറഞ്ഞ ശേഷമേ അവർ ഓടത്തുള്ളൂ. അങ്ങനെ കഥയൊക്കെ കേട്ടിട്ട് 2 പേരും ഓടണോ ചാടണോ എന്നൊക്കെ ആലോചിച്ചിട്ട് നടക്കുകയാണ്. അങ്ങനെ അവർ 2 പേരും ഓടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഓടിക്കളിച്ചു. പിന്നെ നമ്മുടെ മൂണിനെയൊക്കെ കണ്ടു, അമ്പിളിമാമൻ. പിന്നെ അപ്പോഴത്തേക്കിനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ആടിനെയൊക്കെ മേയിച്ചുകൊണ്ട് പോകുന്ന കണക്ക് 2നെയും കൊണ്ടുപോവാണ്. അങ്ങനെ പിന്നെ നമ്മൾ കോട്ടേജിലൊക്കെ വന്നു, 2 പേരെയൊക്കെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കാരാട്ടെ കിഡ് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത് മൊത്തം. ഇന്ന് ഉറങ്ങുന്നവരെ ഇതായിരിക്കും ഇവിടുത്തെ പരിപാടി. അങ്ങനെ അയ്യോ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫിഷിന് ഫുഡ് കൊടുക്കാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു പൂച്ച ഇരിക്കണം കേട്ടോ. ഈ ചെന്നൈയിൽ വന്നിട്ട് നമുക്കിവിടെ പൂച്ച കാണാനേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നൊരു പൂച്ച ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാതുക്കുട്ട ഫിഷിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരെ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.